എല്ലാവർക്കും ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു തനി നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. കാച്ചിൽ പുഴുങ്ങിയതാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് കുറച്ച് പ്രായമുള്ള അമ്മമാർക്കും അമ്മൂമ്മമാർക്കും എല്ലാം ഉണ്ടാക്കുവാൻ അറിയാവുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുവാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണിത്. കഴിഞ്ഞ വർഷം ഞാൻ കാച്ചിൽ വെച്ചിട്ട് ഒരു ഉടച്ചുകറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആണത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പം കാച്ചിലൊക്കെ ധാരാളമായിട്ട് ഉള്ള ഒരു സമയമാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാച്ചിൽ പുഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് കാച്ചിൽ പുഴുങ്ങിയത് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പം വലിയൊരു കാച്ചിലാണ് എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനും ഞാനിപ്പോൾ എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ പുഴുങ്ങാനായിട്ട് എടുക്കുന്നുള്ളൂ. ഇതിപ്പം എനിക്ക് നാട്ടിൽ നിന്ന് അമ്മ കുറച്ച് സാധനങ്ങൾ അയച്ചു തന്ന കൂട്ടത്തിൽ തന്നതാണ്. അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഒന്ന് മുറിച്ച് കഴുകിയെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ കാച്ചിലൊക്കെ മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാച്ചിലിന് ചെറിയൊരു വഴുവഴുപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ കാച്ചിൽ മുറിക്കുന്നത്. കാച്ചിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഒരു 5 മിനിറ്റ് മതി വേവാനായിട്ട്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് സാധാരണ എല്ലാവരും കൂടുതൽ വെള്ളത്തിൽ പുഴുങ്ങി ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടെടുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഞാനിവിടെ ഇപ്പം ഈ കാച്ചിൽ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം വെച്ചിട്ട് അങ്ങനെ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ പുഴുങ്ങി നോക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതിന്. അപ്പം കാച്ചിലിന് അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെന്ത് വരുമ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് ഇന്നിപ്പോൾ പുഴുങ്ങാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, പക്ഷെ 1 കപ്പ് വെള്ളം മുഴുവനും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഇപ്പം 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ 3/4 കപ്പ് വെള്ളം മതി, അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കാച്ചിൽ പകുതി വെന്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ തവിയിട്ട് ഇളക്കരുത്, അപ്പോൾ കാച്ചിൽ ഉടഞ്ഞു പോകും. ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് വെന്ത് കിട്ടും. അപ്പോൾ പകുതി വെന്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ചൂടുവെള്ളം ഒന്നും കയ്യിൽ തെറിച്ച് വീണിട്ട് പൊള്ളരുത്, അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇതിനി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കാച്ചിൽ ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ആ മുകളിൽ കിടക്കുന്ന ഭാഗമൊക്കെ അടിയിൽ വരത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടച്ചു വെച്ച് കംപ്ലീറ്റ് ആയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇതിനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കൊണ്ടുവരാം. അപ്പം എളുപ്പമാണ് ഇതേപോലെ കാച്ചിൽ പുഴുങ്ങാനായിട്ട്. 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. പിന്നെ നമ്മൾ തവിയിട്ട് ഇളക്കരുത്, അപ്പോൾ ഉടഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ചമ്മന്തി കൂടെ തയ്യാറാക്കുന്നുണ്ട്. പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ പച്ചമുളകിന് പകരം കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് വെച്ചിട്ട് ഈ ചമ്മന്തി തയ്യാറാക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കാന്താരി മുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പച്ചമുളക് എടുത്തത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് ഉപ്പും പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടെടുക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം പുളിയും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ പുളി ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാനിതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പം പച്ചമുളകിന് എരിവ് കൂടുതലുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചവെളിച്ചെണ്ണയ്ക്ക് പകരം ഇതിലേക്ക് തൈര് ചേർക്കാം. അപ്പോൾ അങ്ങനെ തൈരും കൂടെ ചേർത്തിട്ടുള്ള ചമ്മന്തി ആകുമ്പോഴും നല്ല ടേസ്റ്റാണ്. തൈര് ചേർക്കുകയാണെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ചേർക്കണ്ട. ഞാനിപ്പോൾ തൈരല്ല ചേർക്കുന്നത്, ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാച്ചിൽ പുഴുങ്ങിയതിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി നല്ല കോമ്പിനേഷനാണ്. കാച്ചിൽ പുഴുങ്ങിയതിൻ്റെ കൂടെ മാത്രമല്ല, നമ്മുടെ കപ്പ പുഴുങ്ങിയത്, ചേമ്പ്, കിഴങ്ങ്, ഇതിൻ്റെ എല്ലാം കൂട്ടത്തിലും നല്ല കോമ്പിനേഷനാണ് ഈ ഒരു ചമ്മന്തി. ഇപ്പോൾ കാച്ചിലൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സമയമാണല്ലോ. അവ കിട്ടുന്നവർ ഉറപ്പായിട്ടും ഈ രീതിയിലൊന്ന് പുഴുങ്ങി നോക്കണം. കപ്പ പക്ഷേ ഈ രീതിയിൽ നമ്മൾ പുഴുങ്ങരുത്, കാരണം കപ്പയിൽ കട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ വെള്ളം വെച്ച് പുഴുങ്ങി ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് തന്നെ എടുക്കണം. കാച്ചിൽ, ചേമ്പ്, കിഴങ്ങ് ഇതൊക്കെ ഈ രീതിയിൽ പുഴുങ്ങുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി
ഇട്ടിട്ടുണ്ട്. 5 മിനിറ്റ് മതി. എളുപ്പമെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഞാൻ ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം കാച്ചിൽ വെച്ചിട്ടൊരു ഉടച്ചുകറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ചെറുകിഴങ്ങ് പുഴുങ്ങുന്നതിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്